Hi there, I'm your friend Shamin KP. അപ്പോൾ ഒരു ക്വിക്ക് അപ്ഡേറ്റ് വീഡിയോ സ്റ്റഡി വിത്ത് മീയിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒബ്വിയസ്ലി കെമിസ്ട്രിയാണ്. കെമിസ്ട്രീനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡേ സ്റ്റഡി ലീവ്സിനകത്ത് ഒന്നാമത്തെ ദിവസം എങ്ങനെയൊക്കെയോ പഠിച്ചതാണ്. ഈ 3 ദിവസം, ഇന്നത്തെ ദിവസം ഇൻഓർഗാനിക് പഠിക്കുന്നു, നാളത്തെ ദിവസം നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുന്നു, മറ്റന്നാളത്തെ ദിവസം നമ്മൾ ഓർഗാനിക് ഫുൾ റിവൈസ് ചെയ്യുന്നു. കുറച്ചൊക്കെ പഠിച്ചു വെച്ചത് ഓൾറെഡി ഉള്ളത് അത് റിവൈസ് ചെയ്യുന്നു എന്നാണ് പ്ലാൻ. ഓക്കെ, എൻ്റെ വീട്ടിലുള്ള ഒരു വെള്ള കളർ സാധനമുള്ള ഒരു അൽമാറയെ ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വെച്ച് നിറച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് അറിയുന്നതാണ് മറ്റേ സാധനം ഉണ്ടല്ലോ, പ്രിപ്പറേഷൻ ഓഫ് KMNO4 ആൻഡ് K2 CR2 O7 സീനാണ് ഗൈസ്. ഐ മീൻ കുഴപ്പമൊന്നുമില്ല, പഠിച്ചാൽ സിമ്പിളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മറക്കുന്നത് കാണാം. ഇന്ന് ബേസിക്കലി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇൻഓർഗാനിക്കിൽ ആകെ 2 പാടേ ഉള്ളൂ, എസും പിയും. ബാക്കി സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം എല്ലാ പാഠങ്ങൾക്കും നിങ്ങൾക്കറിയാം 7 മാർക്കിൻ്റെ വെയിറ്റേജ് ആയിട്ടുണ്ട്. ചില പാഠങ്ങൾ 8, 9 ആയിട്ടുണ്ട്, ചില പാഠങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിലും ഏകദേശം ഈക്വൽ വെയിറ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പാഠങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. സോ ആസ് യു ക്യാൻ സി, നമ്മുടെ കേരള സ്റ്റഡി കമ്മ്യൂണിറ്റീനകത്ത് 12 hour 10 minute, 12 hour 11 hour 58 ഇങ്ങനെയൊക്കെ സ്റ്റഡി ടൈമർ വെച്ച് പഠിക്കുന്നവരെ കാണാൻ കഴിയുന്നുണ്ട്. സോ ബേസിക്കലി ഞാൻ ശരിക്കും ചെയ്തിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ 2 പാഠമുണ്ടല്ലോ, DNF ബ്ലോക്കും അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെയും ഒരു മാരത്തോൺ പോലത്തെ വീഡിയോ കണ്ടു. അതിന് ശേഷം PYQ ചെയ്യാൻ തുടങ്ങി. PYQ ചെയ്ത് ഈ ഒരു പാഠത്തിലെ 70, ഇത് പ്രീവിയസ് 10 years ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ചെയ്യുന്നൊന്നുമില്ല, എനിക്കറിയില്ല. ഞാൻ ഓർഗാനിക് പോലെ അത്ര ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ PYQ ചെയ്യാൻ. ഭയങ്കര സിമ്പിൾ PYQ ആണ്, പെട്ടെന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ 10 yearsൻ്റെ ആണ്. ഓഫ് കോഴ്സ് ഈ വർഷം തൊട്ട് കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മറ്റേ പാസേജ് വായിച്ചിട്ട് ഇംഗ്ലീഷ് പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആ പാസേജിനകത്ത് ഉത്തരമൊന്നും ഉണ്ടാവില്ല, എങ്കിലും വെറുതെ പാസേജ് ഇട്ട് തരും. അപ്പോൾ അതിന്ന് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും ഈ ഒരു 10 year PYQയിൽ ഉണ്ടാവില്ല. ബട്ട് അതിന് നമ്മൾ CBSE സാമ്പിൾ പേപ്പർ ചെയ്യും, ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു 74 എത്തിയിട്ടുണ്ട്. ഇത് ടോട്ടൽ ഒരു 114 ഉള്ളൂ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്താണ്, നമ്മുടെ 1 ഷോട്ടും അതുപോലെ തന്നെ PYQയും കഴിയണമെന്നായിരുന്നു. ബട്ട് ചെറുതായിട്ടൊരു ഞാൻ ഫുള്ളായിട്ട് നിർത്തിയില്ല. PYQ കുറച്ച് അവിടെ നിർത്തിയിട്ട് പിന്നെ ഞാൻ അടുത്ത ഫിസിക്കൽ തുടങ്ങി. കുറച്ച് സൊല്യൂഷൻസ് ഇങ്ങനെ എത്തിപ്പോയി. സോ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ രാവിലെ ഇരുന്ന് ചെയ്യണം. എനിക്കിപ്പോഴാണ് മനസ്സിലായത്, രാവിലെ ഇരുന്നിട്ട് PYQ ചെയ്തിട്ട് അതിന് ശേഷം നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്. കാരണം കുറച്ചൊക്കെ ഒന്ന് ടയേർഡ് ആയതൊട്ട് വീഡിയോസ് കാണുന്നതായിരിക്കും ബുദ്ധിന്ന്. പിന്നെ മറ്റന്നാളത്തെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, നാളത്തെ കാര്യം ഫിസിക്കലല്ലേ. ഫിസിക്കൽ സൊല്യൂഷൻസ് എത്ര വട്ടാണ് പഠിച്ചതെന്നറിയോ? ഏത് എക്സാം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻസ് ആയിരിക്കും പഠിക്കുക. അതെന്താ, സൊല്യൂഷൻസ് ഭയങ്കര പഠിച്ച് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കാത്തൊരു അവസ്ഥയാണ്. കെമിക്കൽ കൈനറ്റിക്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് എടുത്ത പാഠം. സോ എങ്കിലും ഞാൻ അന്ന് NCERT കവർ ചെയ്തിരുന്നു. ഒബ്വിയസ്ലി റിവിഷൻ ഇല്ലാതായി പോയത് വളരെ വലിയ പൊട്ടത്തരമായി പോയി. ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തൊട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ എന്നും പഠിച്ചാൽ ശരിയാവും എന്നുള്ളതൊരു മിത്താണ്. എന്നും പഠിച്ചാൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ റിവൈസും ചെയ്യണം. അപ്പോൾ അതായിരുന്നു എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ബട്ട് സാരമില്ല, വി വിൽ ഡു അവർ ബെസ്റ്റ് നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നത് മാത്രമാണ്. അവിടെ ഞാൻ ഭയങ്കര എന്തൊക്കെയോ മോട്ടിവേഷണൽ സ്പീക്കറെ പോലെ ആവുന്നുണ്ടോ. നമ്മൾ ഗിവ് അപ്പ് ചെയ്യണ്ട. ഇനി എന്ത് ചെയ്യാൻ കഴിയുന്നു അത് ചെയ്യുന്നു. സോ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ കഴിയുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭയങ്കര സ്പീഡിൽ നമ്മൾ കമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു യൂസർ വാട്ട് ഡു ഐ ഡു ഹെൽപ്പ് മീ പ്ലീസ്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിനകത്ത് നമ്മുടെ YPT ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംഭവമാണ് തോന്നുന്നു. YPT എന്ന് പറയുന്ന ആപ്പ് ലാപ്ടോപ്പിന് അല്ലെങ്കിൽ വിൻഡോസിനോ അല്ലെങ്കിൽ മാക്കോസിനോ ഒന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫോൺ വെച്ച് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എമ്യുലേറ്റർ പോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ഒരു ലാപ്ടോപ്പിനകത്ത് ഒരു ഫോണ് പോലത്തെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് അതിനകത്തൊരു ആൻഡ്രോയിഡ് സിസ്റ്റം പോലെ തോന്നുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ജോയിൻ്റ് ഇത് കുറച്ചുകൂടി എഫക്റ്റീവാണ്. ഒഫീഷ്യൽ വി ആർ സ്റ്റഡി പാർട്ട്നേഴ്സ് അറ്റ് ചൈത്ര. ഡെഫിനറ്റ്ലി ലെറ്റ്സ് കീപ് ഗോയിങ് കീപ് ദിസ് ഗോയിങ്. എന്താ ഞാൻ പറയുന്നത്? ഓക്കെ, പിന്നെ ആരൊക്കെ ചിരിക്കുന്നുണ്ട്, ജോൺ ജോസ്. ദെൻ അറ്റ് ഇൻവിസിസ് 27 I used to use this app. At Meherin Fatima I use full at ടൈക്കോക്ക് അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ്
കൈവിട്ട് പോയി ബ്രോ, ടൈം കിട്ടിയില്ല, സാരമില്ലടോ, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ബട്ട് അത് ആലോചിച്ചിട്ട് നമ്മൾ അടുത്ത എക്സാം ഇതാക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ 100% സ്കോർ ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നേക്കാം, പക്ഷേ ഇംഗ്ലീഷിൽ കുറഞ്ഞു എന്ന് കരുതിയിട്ട് ചിലപ്പോൾ അതിനത്ര ഫോക്കസ് ആവാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം നിങ്ങൾക്കറിയാം ഈ എക്സാംസ് എല്ലാം നമുക്ക് കുറച്ചൊക്കെ ഒരു റിയൽ ലൈഫിനെ ഒരു കോപ്പി ചെയ്യുന്ന രീതിയിലാണ്. ഐ മീൻ റിയൽ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ചെറിയ പ്രശ്നത്തിനും നമ്മൾ തളർന്നു കൊടുക്കുമോ എന്നുള്ളൊരു നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ പറഞ്ഞിരുന്നത്. ഒന്ന് തോറ്റാലും അടുത്തതിന് എണീറ്റ് നിൽക്കാൻ കഴിയുന്നതിന് വേറൊരു പവറുണ്ട്. ആ ഒരു സംഭവം നമ്മൾ ലൈഫിൽ എന്തായാലും പഠിക്കണം. അപ്പോൾ അതെല്ലാം ഈ ഒരു പരീക്ഷ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് ഗിവ് അപ്പ് അറ്റ് ദിസ് ടൈം. അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാറുണ്ട്. നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ 5 ഗോൾഡ് കോയിൻ ഉണ്ടെന്ന്. ഈ 5 ഗോൾഡ് കോയിനിൽ നിങ്ങളുടെ കയ്യിൽ 5 ഗോൾഡ് കോയിൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു ഗോൾഡ് കോയിൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ് പോയി. നിങ്ങളുടെ കയ്യിൽ ബാക്കി 4 ഗോൾഡ് കോയിൻ ഉണ്ട്. നിങ്ങൾ ആ 4 ഗോൾഡ് കോയിനും എടുത്ത് വലിച്ചെറിയോ? ഇല്ല, നിങ്ങളത് 5-1 പോയി. ഇറ്റ്സ് ഓക്കെ. ബാക്കി 4 ഇല്ലേ, അത് എടുത്ത് വെക്ക്, അത് ശരിയാക്കിയാൽ പോരെ. അതും എടുത്ത് വലിച്ചെറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോൾ ഈ 5ാമത്തെ ഗോൾഡ് കോയിൻ മുഴുവനായിട്ട് പോയിട്ടില്ല, ചിലപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം മാത്രമേ വീണ് പോയിട്ടുണ്ടാവുള്ളൂ. ബട്ട് അതെന്ന് വെച്ച് ബാക്കിയുള്ള ഗോൾഡ് കോയിനും കൂടി വലിച്ചെറിയുന്നത് റാഷണലി തിങ്കിങ് it doesn't make sense. Okay, at Milan Manoj, thanks Tata for considering my suggestion. Obviously നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ചാനലൊരു ഫാമിലി പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ സജഷൻസ് എന്തായാലും നമ്മൾ കേൾക്കണമല്ലോ. കേരി മോനെ അറ്റ് അമീർ അലി, യെസ് വി ക്യാൻ ഡു വെൽ ഇൻ ദി അപ്കമിങ് എക്സാംസ്, ഓൾ ദി ബെസ്റ്റ് അറ്റ് വൈഷ്ണ. ഡെഫിനറ്റ്ലി ബ്രോ, ദ ലിങ്ക് ഈസ് നോട്ട് വർക്കിംഗ്. ദ ലിങ്ക് ഈസ് വർക്കിംഗ് ടു ദ ഗ്രൂപ്പ്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പ് കാണാൻ കഴിയും. ഓൾറെഡി ഇപ്പോൾ 10 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൗരി കൃഷ്ണ. സോ 41 people have already joined. സോ 9 ആളുകൾക്ക് ഇനി കയറാൻ സ്ഥലമുള്ളൂ. പിന്നെ ഇറ്റ് ഈസ് ഷോയിങ് ലൈക്ക് പ്ലീസ് അപ്ഡേറ്റ് ദി YPT ആപ്പ്. അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയും. YPT ഗ്രൂപ്പിനകത്ത് സ്റ്റഡി ഗ്രൂപ്പ്. പിന്നെ ഈ ഒരു ലാസ്റ്റ് ഇട്ട വീഡിയോ, ആസ് യു ക്യാൻ സീ, ലാസ്റ്റ് ഇട്ട വീഡിയോ ഇത്, ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഫുള്ളാവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ട് വേറെ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും ഓക്കെയാണ്. അഥവാ ഇത് ഫുള്ളാവുകയാണെങ്കിൽ ആവുമെന്ന് എനിക്കറിയില്ല. Amazing vlog. It's so much inspiring when you know there is someone like you out there who is going through the same struggle. Keep going, studied in KV until class 10. Feeling proud when you mentioned about KV. എനിക്ക് KV എന്താണെന്നറിയില്ല, എന്തോ കാരണവശാൽ 10ാം ക്ലാസ്സിൽ അവിടെ പരീക്ഷ എഴുതാൻ പോയിരുന്ന്. അപ്പോൾ അവിടുത്തെ എന്തൊക്കെയോ ഒരു ആംബിയൻസ് ഇഷ്ടമായ പോലെ തോന്നി. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നത് ഹോസ്പിറ്റൽ പോലെ തോന്നുന്നുണ്ടെന്ന്, ആ ഒരു ആംബിയൻസ് ആണെന്ന്. പക്ഷേ ഞാൻ ഏകദേശം അതിനെതിരെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സ്ഥലം. എന്താണെന്നറിയില്ല, പറയാം, പലരുടെയും പെർസ്പെക്റ്റീവ് പല പോലെയാണ്. ഓക്കെ. പിന്നെ കമ്പയറിംഗ് ടു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, it was better. I was worried about time management, so I don't concentrate on my handwriting very much. After I felt relief. Okay, അടുത്ത എക്സാമായി. റിലീഫ് യു ക്യാൻ എൻജോയ് എനി ടൈം. സത്യം പറഞ്ഞാൽ ബ്രോ, ഹാൻഡ് റൈറ്റിംഗ് നല്ല ബോറായിട്ട് എഴുതിയ സീനുണ്ടോ, പ്ലീസ് റിപ്ലൈ പേടിയാവുന്നത്. സാരമില്ല, ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ, ഐ മീൻ ചില മെൻ്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്നവരോടൊന്നും ആ എക്സാമ്പിൾ പോയി നിങ്ങൾ ആരും പറയരുത്. ഐ മീൻ ഞാൻ നിങ്ങൾ അത്രയ്ക്ക് മോശമായൊരു മെൻ്റൽ സ്റ്റേറ്റിലാണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും പറഞ്ഞിടുന്നു. 10ൽ എൻ്റെ സ്ട്രഗിൾസ് എസ്പെഷ്യലി ബാഡ്. ഐ മീൻ KVനകത്തുള്ള എക്സാം റൈറ്റിംഗ്, അവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ട ആദ്യമായിട്ട് കാണുന്നവർ ഭയങ്കര ആകെ അത്ഭുതപ്പെടും. അയാം എന്നാട്ടോ, അയാം പ്രണവ് എന്നാണ് സത്യം. ഞാനിത് ഇംപ്രണവ് അങ്ങനെ എന്തോ വായിച്ചിരുന്നത്. ഇത് അഡനിൻ റേയി. ഞാൻ പണ്ടൊരു മീമ് കണ്ടിരുന്നു, എന്തുകൊണ്ടാണ് പാരൻസ് സ്വന്തം കുട്ടികൾ സ്വന്തം പേര് വെക്കാൻ അനുവദിക്കാത്തതെന്ന്. അത് ഇങ്ങനെയൊക്കെ ചില പേര് വെക്കുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസർ നെയിംസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സീനാണെന്ന് ആ ഒരു രീതിയിൽ മീമ് കണ്ടിരുന്നു. പിന്നെ അമൻ താമരത്ത് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്, ഞാൻ ഓർക്കുന്നു. പിന്നെ ദാന സജു, മറ്റേ ഞാൻ എൻ്റെ റൂം സെറ്റപ്പിന് ഒരു ഷോർട്സ് ഉണ്ടാക്കിയിരുന്നു. അതിന് എസ്തെറ്റിക് ഡിസ്കവർഡ് യുവർ ചാനൽ ടുഡേ. ഐ തിങ്ക് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഐ എം ഷുവർ ദിസ് ചാനൽ വിൽ ബ്ലോ ഇൻ നോ ടൈം, സ്പെഷ്യലി ദ ഫാക്ട് ദാറ്റ് മോസ്റ്റ് സ്റ്റഡി വ്ളോഗ്സ് ആർ ഇൻ ഹിന്ദി. കീപ് ഗ്രോയിങ് ബ്രോ. താങ്ക് യു. പിന്നെ എനിക്ക് സെറ്റ് 3 കിട്ടിയേ. ഇനിയിപ്പോൾ എക്സാമിനെ പറ്റിയിട്ടാണ്. ഇറ്റ് ഫീൽസ് റിലീവ്ഡ് വെൻ വി കം ടു നോ ദാറ്റ് അതേഴ്സ് ഓൾസോ ഫീൽ ദ സെയിം ആഫ്റ്റർ എക്സാം. ലെറ്റ്സ് ഹോപ്പ് ബെസ്റ്റ് ഫോർ കെമിസ്ട്രി. യെസ്, അറ്റ് അമൃത ഗെയിമിംഗ് സോൺ.
ഹൗ ടു സ്റ്റഡി കെമിസ്ട്രി ബ്രോ വിഷൻ റൂട്ടീൻ റീൽ ചെയ്യൂ. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നു. ഒരു ദിവസം ഇൻഓർഗാനിക്, ഒരു ദിവസം ഫിസിക്കൽ, ഒരു ദിവസം ഓർഗാനിക്, അത്ര ചെയ്യുന്നുള്ളൂ. പിന്നെ ഓർഗാനിക്കിന് ഒരു ദിവസം ആക്കാൻ കാരണം ഞാൻ ഏകദേശമൊക്കെ ഓർഗാനിക് ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. PYQ അമീനും ബയോമോളിക്യൂ വെച്ച് ബാക്കി പാഠങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു 10 ഇയേഴ്സിൻ്റെ. പിന്നെ എക്സാം വാസ് ഗുഡ് അറ്റ് ഭാരതി, പിന്നെ അതിനെ പറ്റിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ ഒരു കമൻറ്റ് ലവ് ഫ്രം ഡൽഹി ഉണ്ടായിരുന്നു, അച്വേത. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഐ മീൻ അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടല്ലേ, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും ഈ ഒരു മലയാളം ചാനൽ ഡൽഹിയിൽ നിന്നും കാണുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ. ദീസ് വീഡിയോസ് ഫീൽ മോർ ലൈക്ക് എ ഫാമിലി നവഡേയ്സ്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ മരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു 30 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അത് ഞാൻ ആരും കാണില്ല എന്ന് പ്രതീക്ഷിച്ചത്. ബട്ട് 2.something K വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ട് 2.1K വ്യൂസ് വൺ ഡേ ആകിയോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ റീഡിങ് സെക്ഷൻ വാസ് ഹാർഡ് ഫോർ മീ, അച്വേത സജു. ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ഫോർ ലാസ്റ്റ് ഡയറി 5 minutes. എല്ലാവർക്കും ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ്. അതൊന്നും സാരമില്ല, പോസിറ്റീവായിരിക്കാം. ലൈഫിൽ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി കഴിഞ്ഞാലും അടുത്തതും കൂടി വിട്ടുകൊടുക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഒഴിവാക്കുന്ന നമുക്ക് ലൈഫിൽ ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ബ്രോ യുവർ പോസിറ്റിവിറ്റി ഹിറ്റ്സ് ഡിഫറെൻറ്റ്. ഓ താങ്ക് യു സോ മച്ച്, ദാറ്റ് മീൻസ് എ ലോട്ട്. ഐ മീൻ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കാര്യമുണ്ട് തോന്നും. പിന്നെ ഈ ഒരു ട്രീ ഹാർട്ട്, ഈ ട്രീയെ ശരിക്കും ആ 30 മിനിറ്റ് വീഡിയോ ഫുള്ള് കണ്ടവർ അവസാനം ഇങ്ങനെ ഒരു സംഭവം ഇടുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തവർ താങ്ക് യു സോ മച്ച്. ഹൗ വാസ് ദ എക്സാം ബ്രോ, ഹൗ വാസ് യുവർ എക്സാം, ഹൗ വാസ് ദ എക്സാം. അപ്പോൾ ഈ ഒരു ഹൗ ഈസ് ദ എക്സാം കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ആ ഒരു വീഡിയോ ഇട്ടിരുന്നത്. പിന്നെ ബ്രോ വീഡിയോ ഒക്കെ സൂപ്പറാണ്, +1 എങ്ങനെ പഠിക്കാൻ വരും, ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ ഹെൽത്തി, സീ ദിസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. ഓക്കെ, ഇപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ പെട്ടെന്ന് ഇന്നത്തെ ഇനോർഗാനിക്കിൻ്റെ PYQ ഫുൾ നാളെ രാവിലെ പെട്ടെന്ന് കവർ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഫിസിക്കൽ തുടങ്ങി അതിൻ്റെ PYQ സൊല്യൂഷൻസ് ഒക്കെ കുറച്ച് ചെയ്ത് വെച്ചിരുന്നു. അത് ബാക്കി ഫുൾ കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ അതെല്ലാം ചെയ്യണം. പിന്നെ ഇലക്ട്രോ കെം ഒക്കെ ഒരുപാട് കാലമായിട്ടുണ്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ആദ്യം സൊല്യൂഷൻസ് നോക്കി ഇലക്ട്രോ കെം കെമിക്കൽ കൈനറ്റിക്സ് എത്താതായത് ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഇലക്ട്രോ കെമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നോക്കാനുള്ളത് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. അതും കെമിക്കൽ കൈനറ്റിക്സും സെറ്റാക്കണം. പിന്നെ DNFും കോർഡിനേഷൻ എന്ന് നോക്കിയിട്ടുണ്ട്. PYQ നാളെ ചെയ്യും. പിന്നെ അതിൻ്റെ PYQ, ഈ ഫിസിക്കലിൻ്റെ PYQ നാളെ കവർ ചെയ്യണം. പിന്നെ മറ്റന്നാൾ ഓർഗാനിക്കാണ് ചെയ്യാനുള്ളത്. ഓർഗാനിക് കേസിൽ ഹാലോ ആൽക്കീൻസും അതുപോലെ തന്നെ ആൽക്കോഹോൾ ഫിനോളിക് ഇത്തറും പിന്നെ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അമീനുണ്ട്. ഈ 3 പാഠത്തിൻ്റെയും 10 ഇയർ PYQ ഞാൻ ഫിസിക്കലി ചെയ്ത് നോക്കിയിരുന്നു. ഇവിടുത്തെ പ്രോബ്ലം എന്താ അറിയോ, ഓർഗാനിക്കിൻ്റെ ഒന്നും ഓർമ്മയുണ്ടോ എന്നൊരു സംശയം വരുന്ന പോലെ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ മിക്കവാറും ഓർമ്മയുണ്ടാവും. കാരണം ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അതെല്ലാം തിരിച്ച് ഓർമ്മ വരുള്ളൂ. അതാണ് ഓർഗാനിക്കിൻ്റെ പ്രശ്നം. മാത്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഡെഫിനറ്റ്ലി ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഫിസിക്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയും വരാം, എന്തും വരാം, നമ്മൾ പഠിച്ച പോലെ തന്നെ വരണമെന്നില്ല. നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അത്ര ആപ്ലിക്കേഷൻ ലെവലിൽ പഠിപ്പിക്കാറില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ ആപ്ലിക്കേഷൻ ലെവലായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഫിസിക്സിൻ്റെ കാര്യം അതാണ്. കെമിസ്ട്രി ഭയങ്കര സിമ്പിളാണ് സത്യം പറഞ്ഞാൽ. ഈ എല്ലാ സബ്ജക്ട്സും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി JEE പോലും കെമിസ്ട്രിയാണ് ഏറ്റവും സിമ്പിൾ. ബട്ട് യു ഹാവ് ടു റിമെമ്പർ, അല്ലെങ്കിൽ കുറേ ഒട്ടുമിക്ക കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യാനുള്ള സംഭവമുണ്ട്. സോ അതൊക്കെയാണ്. ഇനിയിപ്പോൾ ഒരുപാട് പറഞ്ഞതാക്കുന്നില്ല. അപ്പോൾ അതാണ് നാളെ ചെയ്യാനുള്ളത്. മറ്റന്നാൾ ഓർഗാനിക് ഞാൻ ചെയ്ത പാഠങ്ങൾ റിവൈസും ചെയ്യണം. ചെയ്യാത്ത അമീൻ എന്നാണോ പറയാം, എന്തായാലും ആ സാധനവും പിന്നെ ബയോമോളിക്യൂൾസും സെറ്റാക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് നോക്കണം, ചെയ്യാൻ തന്നെ ശ്രമിക്കണം. കാരണം എനിക്ക് തോന്നുന്നു കെമിസ്ട്രി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടെന്ന് വെച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ വരാൻ വളരെ ചാൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നത് കെമിസ്ട്രി കുറച്ചൊക്കെ പഠിച്ചാൽ തന്നെ, കുറച്ചല്ല എല്ലാം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. സോ ഡെഫിനറ്റ്ലി എല്ലാവരും ഡു ഇറ്റ്. ഓക്കെ, സോ അത്രയുള്ളായിരുന്നു ഈ വീഡിയോയിൽ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.